ബിഗ് ബോസ് മലയാളം സീസൺ 8 പടിവാതിക്കലെത്തി. ഒരാഴ്ചയ്ക്കപ്പുറം അഗ്നിപരീക്ഷ കോമണർ സെലക്ഷൻ ടാസ്ക് ടെലികാസ്റ്റ് ആരംഭിക്കും. ഓഗസ്റ്റ് 15-ന് ടെലികാസ്റ്റ് ആരംഭിക്കുന്ന അഗ്നിപരീക്ഷയിൽ പ്രേക്ഷകർ എന്തു പ്രതീക്ഷിക്കണം? ബലൂൺ പൊട്ടിക്കലും അതുപോലുള്ള മത്സരങ്ങളുമാണോ അഗ്നിപരീക്ഷ? ഇതാണോ തീപാറും എന്ന് ചാനൽ പറയുന്ന മത്സരങ്ങൾ? അഗ്നിപരീക്ഷയ്ക്കായി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുൻപിൽ ചാനൽ കൊണ്ടുവരുന്നത് നിസ്സാര മത്സരങ്ങളായിരിക്കുമോ? നിലവിലെ ഹൈപ്പ് കണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ ചർച്ച ആരംഭിച്ചിരിക്കുന്ന ഒരു കാര്യമാണിത്. ആദ്യമേ ഒരു കാര്യം പറയാം. ബിഗ് ബോസ് സീസണിലെ വമ്പൻ ടാസ്കുകൾ പോലെയുള്ള ടാസ്കുകളായിരിക്കണം ഇതിൽ എന്ന് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. അഗ്നിപരീക്ഷയുടെ ലക്ഷ്യം നിലവിലെ 40 മത്സരാർത്ഥികളിൽ നിന്ന് ഏതാനും പേരെ തിരഞ്ഞെടുക്കുക എന്നത് മാത്രമാണ്. അതിന് എന്തെല്ലാം കാര്യങ്ങൾ പരീക്ഷിക്കണമെന്ന് ചാനൽ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാകും. ആ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള മാർഗം മാത്രമാണ് ടാസ്കുകൾ. അഗ്നിപരീക്ഷ ഷോയിലെ മത്സരാർത്ഥികളുടെ പ്രകടനങ്ങൾ വിലയിരുത്തുക എന്നത് മാത്രമാണ് ടാസ്കുകളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ടാസ്കിന് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടികൾ ഒരുപക്ഷെ വളരെ നിസ്സാരമായി തോന്നാവുന്ന കാര്യങ്ങളായിരിക്കാം. ടാസ്കിന് ഉപയോഗിക്കുന്നത് ബലൂണും ബോളും ഒക്കെ ആയാലും ആ ഗെയിമുകൾ അവതരിപ്പിക്കുന്ന രീതിയും അതിനെ ഓരോ മത്സരാർത്ഥിയും സമീപിക്കുന്ന രീതിയും ഒക്കെയാണ് ഇതിൽ പ്രധാന ആകർഷണം. അതേസമയം ആവശ്യമായാൽ ഏറെ കട്ടിയുള്ള ഗെയിമുകളും പ്രതീക്ഷിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഗെയിമുകളും അതിനുപയോഗിക്കുന്ന പ്രോപ്പർട്ടികളുമല്ല, അതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളും ജഡ്ജസും ആങ്കറും ഒക്കെയാണ് ആ ഷോയെ മനോഹരമാക്കുന്നതും വിജയമാക്കുന്നതും.